സങ്കടക്കടലായി ആശുപത്രി പരിസരം. അവസാനമായി യാത്ര പറയാൻ എത്തിയപ്പോൾ ഹൃദയഭേദകമായ രംഗങ്ങൾ കണ്ട് നിന്നവരെയെല്ലാം കണ്ണീരിലാഴ്ത്തി. പ്രിയനെ വിട. അവസാനമായി അന്ത്യചുംബനം നൽകാൻ ശ്രുതി എത്തിയപ്പോൾ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ആണ്ടൂരിലേക്ക് പൊതുദർശനത്തിന് കൊണ്ടുപോകുന്നതിനിടെ അമ്പലവയലെത്തിയപ്പോൾ MLAയുടെ ഇടപെടലോടെയാണ് മൃതദേഹം നേരെ കൽപ്പറ്റയിലെ ലിയോ ആശുപത്രിയിലേക്ക് എത്തിച്ചത്. അവസാനമായി ശ്രുതിയെ ഒരു നോക്ക് കാണിക്കുന്നതിന് വേണ്ടിയാണ് ആശുപത്രിയിലേക്ക് മൃതദേഹം എത്തിച്ചത്. സങ്കടക്കടലായി മാറുകയായിരുന്നു ആശുപത്രി പരിസരം. നേരത്തെ പള്ളിയിൽ കൊണ്ടുപോയി കാണിക്കാനായിരുന്നു തീരുമാനിച്ചത്. എന്നാൽ ശ്രുതിയുടെ ശാരീരിക അവസ്ഥ മോശമായതിനാൽ ആശുപത്രിയിലേക്ക് മൃതദേഹം എത്തിക്കുകയായിരുന്നു. 15 മിനിറ്റോളമാണ് ആശുപത്രിയിൽ മൃതദേഹം ദർശനത്തിന് വെച്ചത്. നൂറുകണക്കിന് ആളുകളാണ് ജെൻസനെ അവസാനമായി ഒന്ന് കാണാൻ വീട്ടിലേക്കെത്തുന്നത്. കണ്ടുനിന്നവരുടെയും കേരളത്തിൻ്റെയും ഉള്ളുലയ്ക്കുന്ന കാഴ്ചയായിരുന്നു അത്. ചൂരൽമല ഉരുൾപൊട്ടലിൽ ഉറ്റവരെ നഷ്ടപ്പെട്ട ശ്രുതിയുടെ പ്രതിശ്രുതവരനായിരുന്ന ജെൻസന്റെ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കി വീട്ടിലെത്തിച്ചു. സഹോദരൻ ഉൾപ്പെടെയുള്ള കുടുംബാംഗങ്ങൾ ബത്തേരി ആശുപത്രിയിൽ വെച്ച് ജെൻസനെ കണ്ടു. ശേഷം അമ്പലവയൽ ആണ്ടൂരിലെ വീട്ടിലേക്കാണ് ജെൻസന്റെ മൃതദേഹം കൊണ്ടുപോയത്. ഇവിടെ മൃതദേഹം പൊതുദർശനത്തിന് വെച്ചിരിക്കുകയാണ്. നിരവധി പേരാണ് ഹാളിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. വൈകിട്ട് 3 മണിക്ക് ആണ്ടൂരിൽ നിത്യസഹായ മാതാ പള്ളി സെമിത്തേരിയിലാണ് സംസ്കാരം നടക്കുക. ജെൻസന്റെയും ശ്രുതിയുടെയും വിവാഹം നടക്കാൻ ദിവസങ്ങൾ മാത്രമുള്ളപ്പോഴാണ് അപകടം ഉണ്ടായതും ജെൻസൻ മരിക്കുന്നതും.